സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും പോലെ ഒരു സാധാരണ കുട്ടിയായിരുന്നു. ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വരണം എന്നൊന്നും ഒട്ടും ആഗ്രഹിച്ചിരുന്ന ഒരാളുമല്ല. അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെയല്ല വളർത്തിയിരുന്നത്. പ്രത്യേകിച്ചും എനിക്കൊരു അറിവാകുന്ന പ്രായമൊക്കെയായപ്പോൾ എൻ്റെ അപ്പൂപ്പൻ പോയി. അപ്പോൾ എൻ്റെ അമ്മാവന്മാർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുണ്ടല്ലോ, അവർക്കൊന്നും ഈ ഫീൽഡിലേക്ക് പിന്നെ ഒരാൾ വരണം എന്നുള്ളൊരു താല്പര്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അമ്മയെക്കാട്ടിലും കൂടുതൽ എൻ്റെ അച്ഛനായിരുന്നു താല്പര്യം. ഞാനിങ്ങനെ ഒരു എന്തെങ്കിലും കലാകാരിയാവണമെന്നുള്ളൊരു താല്പര്യം. അങ്ങനെ എൻ്റെ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് പഠിച്ച് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ സ്ത്രീ പർവം എന്ന് പറഞ്ഞിട്ട് ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ എന്നെ പങ്കെടുപ്പിക്കുന്നതും അച്ഛനുണ്ടായിരുന്നു. അതിലൊരു കുട്ടി വരാതിരുന്നപ്പോൾ, അതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി തന്നെയാണ്, എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും മൂർത്തി സാറിനെ ഇഷ്ടപ്പെടുന്നതും എന്നെ അതിൽ ഇതാക്കുന്നതും അത് കണ്ടിട്ട് ഞാൻ ശ്രീ പ്രേംകുമാർ എന്നെ ഒരു സീരിയലിന് വേണ്ടിയിട്ട് ക്ഷണിച്ച്, അങ്ങനെ തത്തമ്മ പൂച്ച പൂച്ച എന്നിട്ട് അതിൽ വരികയും അങ്ങനെയാണ് പിന്നെ ഞാൻ പതുക്കെ 10th കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ പതുക്കെ ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ ഇൻസ്പിറേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ഫസ്റ്റ് ഫിലിം ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്നൊക്കെ വേണമെങ്കിൽ ഗോളാന്തര വാർത്ത എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു. മമ്മൂക്ക അഭിനയിച്ച് സത്യൻ സാറ് ഡയറക്റ്റ് ചെയ്തിരുന്നൊരു പടം ഉണ്ടായിരുന്നു. അതിലാണ് എൻ്റെ ഫസ്റ്റ് ഒരു മൂവി എന്ന് പറയുന്നത്. ഞാനത് ഗലീലിയോ എന്ന് പറഞ്ഞുള്ള പടം എന്ന് പറഞ്ഞാൽ അത് ഒരു നരേന്ദ്രപ്രസാദങ്ങൾ അഭിനയിച്ച പഴയ ഗലീലിയോ തന്നെ. അത് ആർക്കും അങ്ങനെ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതാണ് ഞാൻ ചെയ്തൊരു കൊമേഴ്ഷ്യൽ പടം ഗോളാന്തര വാർത്ത എന്ന് പറയുന്നത്. അതിലെനിക്ക് അങ്ങനെ വലുതായിട്ട് ഒരു പെർഫോമൻസ് വൈസ് ഒന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു കുട്ടി, എപ്പോഴും സുകുമാരിയമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളൊരു കുട്ടി, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ പോട്ടെ ചേച്ചി. നിക്ക് പെണ്ണേ, പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാം. അയ്യോ, അമ്മ നോക്കി നിൽക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ കർപ്പൂരമില്ല കൊടുത്തേക്കാം. നല്ല നോവലാ. എന്നാ ശരി. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മഴയത്ത് മുമ്പേ ചെയ്യണത്. മഴയത്ത് മുമ്പേ പക്ക പ്രൊഫഷണലായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് നിന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തത് മഴയത്ത് മുമ്പിലാണ് തുടക്കം. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഓർമ്മകളുള്ളൊരു സിനിമയാണ്. കഞ്ഞി പഴങ്കഞ്ഞി മതിയോ അതോ ഇനിയും വേണോ? ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ചേർത്തി പുട്ടും കടലേ റെഡി ആയില്ലേ? ഓ ഉണ്ടേ, എന്നാ അതുകൂടെ എടുത്തേക്ക്. എന്റെ കർത്താവേ, ഈ തിന്നുന്നതൊക്കെ എവിടെ പോണോ എന്തോ. മറിയാൻ പറ്റോടത്തെ പഴങ്കഞ്ഞി ചെത്തറിന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി സാറ്. സാറോ? നമ്മുടെ ജോസഫ് സാറിനെ പോലെ കിളവൻ കഷണ്ടി ഒന്നും അല്ല, റഹ്മാൻ സാറിനെ പോലെ ഈദിയ മീനും അല്ല. 6 അടി 2 ഇഞ്ചിലൊരു യുവ കോമള. ആദ്യ സംവിധായകൻ ശ്രീകുമാരൻ തമ്പി സാറാണ്. ശരിക്കും ഒരു ഫിലിം ഇതിൽ പറയുകയാണെങ്കിൽ, അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എൻ്റെ കൊമേഴ്ഷ്യൽ ഫിലിം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞൊരു ഫിലിം, അത് ഫിലിം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലതൊരു ഫിലിമാണ്. പക്ഷേ ഫസ്റ്റ് ഒരു സ്റ്റോറി ശബരിമല സീസണിൽ റിലീസ് ചെയ്തതാണ്. ഫസ്റ്റ് ഒരു സ്റ്റോറി. രണ്ടാമത്തെ നടുക്ക് വരുന്ന 2 സ്റ്റോറീസും പുറത്തുനിന്ന് അന്യഭാഷാ ചിത്രം മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് വന്ന 2 സ്റ്റോറി. ലാസ്റ്റ് ഒരു സ്റ്റോറി. ആ ലാസ്റ്റിലെ സ്റ്റോറിയിലാണ് ഞാനുള്ളത്. ഡബ്ബിങ് എക്സ്പീരിയൻസ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മേഖലയായിരുന്നു ഡബ്ബിങ്. എൻ്റെ അടുത്ത് ഭാഗ്യേച്ചിയാണ് അതിൽ ഇൻസ്പിറേഷൻ തന്നത്. ഭാഗ്യേച്ചി ഒരിക്കൽ ചോദിച്ചു, നിനക്ക് സ്വയം തന്നെ ഡബ് ചെയ്തൂടെ, നന്നായിട്ട് നിനക്ക് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിനക്ക് ഡബ് ചെയ്താൽ എന്താ കുഴപ്പം? മടിയാണ്. കാരണം അഭിനയിക്കുന്നതിനേക്കാളും ഏറ്റവും ടഫായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഡബ്ബിങ് തന്നെയാണ്. അഭിനയിക്കുമ്പോൾ നമ്മൾ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരും ചുറ്റുപാടും കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മളങ്ങ് അറിയാതെ അഭിനയിച്ച് പോകും. ആ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഇത് സീൻ ബൈ സീൻ അല്ലെങ്കിൽ ഡയലോഗ് ബൈ ഡയലോഗ് നമ്മൾ ഇരുട്ട് നിറഞ്ഞൊരു മുറിയിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് അഭിനയിച്ച് ചെയ്യുകയാണ്. കൂടെ ആരുമില്ല. ഭയങ്കര ടഫ് തന്നെയാണ്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ യൂസ്ഡ് ആയിട്ടോ. ശബരിമല തങ്ക സൂര്യോദയത്തിൽ തന്നെയാണ് ഞാൻ കരഞ്ഞത്. അതിൽ കല്യാണം കഴിയാൻ നിൽക്കുന്നൊരു കുട്ടിയായിട്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുറച്ച് ചൊവ്വാദോഷവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതിലാണ് ഞാൻ കരഞ്ഞത് ആദ്യം. ഫസ്റ്റ് ഷോട്ട് എൻ്റെ ഞാനൊരു പേപ്പറും കൊണ്ട് ഓടി വരുന്നൊരു, അതായത്
മമ്മൂക്കയുടെ ഫോട്ടോ അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് സുമാരിയമ്മയാണ് അമ്മയെ കാണിക്കാനായിട്ട് ഓടി വരുന്നൊരു സീനുണ്ട്. ആ സീനായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത്. അമ്മായി അമ്മ ഇതിലോട്ട് നോക്കിയേ. വല്ലതും കാണുന്നുണ്ടോ? എന്ത്? ആ ഫോട്ടോയിലോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിന്റെ ഫോട്ടോ ആണോ? എന്റെ ഫോട്ടോ ഒന്നും അല്ല. ദേ ഈ മുന്നിൽ നിൽക്കുന്ന 5-6 പേരില്ലേ, അതിന്റെ പുറകിലൊന്ന് നോക്കിയേ. ഈ കയ്യും കെട്ടി നിൽക്കുന്നത് ആരാ? ആരാ? അയ്യോ, അമ്മായിയുടെ മോൻ രമേശനോ? വന്നേ. ബ്ലോക്ക് ഓഫീസർ പഞ്ചായത്ത് വളപ്പിലെ മാവന്തേ നട്ടില്ലേ, അതിന്റെ ഫോട്ടോയാ. അടിയിൽ അവന്റെ പേരുണ്ടോ നോക്ക്. അയ്യോ, പേരില്ല. എന്നാൽ എന്റെ മോന്റെ ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ. ചില്ലറ കാര്യമാണോ? എന്താണെന്നറിയില്ല, മമ്മൂക്കെ അന്നും ഇന്നും കാണുമ്പോൾ എനിക്ക് പേടി കൊണ്ടുള്ള റെസ്പെക്റ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആൾ വളരെ പാവവും ജെന്യുവിനും വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ എനിക്ക് പേടി കൊണ്ടുള്ളൊരു റെസ്പെക്റ്റാണ്. എനിക്ക് ആദ്യം റെസ്പെക്റ്റിനൊക്കെ മുമ്പ് പേടിയാണ് വരിക. ചോദിച്ചിട്ടുണ്ട് ഞാൻ സാറിനൊക്കെ വിളിക്കുമ്പോൾ, നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മഴയത്ത് മുമ്പേ ചെയ്യുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ, പിന്നെ തന്നെ സാറെന്ന് വിളിക്കുന്നത്. ഇപ്പോഴാണ് പിന്നെയും ഫ്രീ ആയിട്ട് മമ്മൂക്കാന്നൊക്കെ വിളിച്ചു തുടങ്ങിയത്. എടി മങ്ങി പോയാ? ചില തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയ മട്ടില്ല. എങ്കി വാ. സർ എന്താ എന്ത് സാറ് ഞങ്ങക്ക് മാപ്പ് തരണം. മാപ്പ് എന്റെ കയ്യിലില്ല. ചിലപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കാണും, ചെന്നെടുത്തോളൂ. അപ്പൊ സാറിന് തമാശ പറയാനൊക്കെ അറിയാം. പിള്ളേരെ, നിങ്ങളോട് തമാശ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഒട്ടും താല്പര്യമില്ല. ഇന്നലെ ഇത്തിരി ഓവറായി പോയോന്ന് രാവിലെ എണീറ്റപ്പോ ഒരു സംശയം. അതാ മാപ്പ് ചോദിക്കാൻ വന്നത്. സത്യമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാ സാർ. ക്ഷമ ചോദിക്കാൻ തോന്നിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഊളത്തരം കുറച്ചൊക്കെ ഒരു രസമാണ്. സത്യത്തിൽ ഇന്നലെ എന്റെ സമനില തെറ്റിയ ദിവസമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം താനേ തണുത്തു. പിന്നെ അപശ്രുതിയുടെ നാട് എവിടെയാണ്? അപ്പൊ സാറിന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എന്റെ നാട് കുറുമ്പനാടാണ് സാർ. കുറുമ്പനാട്. ഇയാളുടെ പേരെന്താ? കുഞ്ഞുമോൾ. ഞാൻ ശ്വേത, അഞ്ജന. ഓഹോ. ശ്രീനിയുടെ ഇതുണ്ട്. ശ്രീനിയുടെ തമാശ പറയുമ്പോൾ തമാശ പറയാൻ തോന്നില്ല. സീരിയസ് ആയിട്ട് അദ്ദേഹം ചിരിക്കുകയില്ല, ചിരിക്കാതിരിക്കും. എന്നിട്ട് പറയുന്നത് ഇട്ടിവെട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഇരട്ടക്കുട്ടികളുടെ അച്ഛനിൽ ചെയ്യുമ്പോൾ എൻ്റെ എന്താ പറയുക, ഫേവറേറ്റ് ആർട്ടിസ്റ്റാണ് ഇപ്പോഴും. അതെ, ഞാൻ ആദ്യം പറയുന്നത് ഇഷ്ടമുള്ള നടൻ ആര്? ശ്രീനിവാസൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര ഞാൻ ശരിക്കും ഒബ്സർവ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ചെയ്യുമ്പോൾ അതിനകത്ത് വന്ന മിനിക്കുട്ടി കോറിയിട്ട, അയ്യോ ഇത് നമ്മളെ വീട്ടിലെ കട്ടിലല്ലേ, എൻ്റെ മിനിക്കുട്ടി ബ്ലേഡ് കൊണ്ട് വരച്ച പാടം അതേപോലെ ഉണ്ട് അതിൽ എന്ന് പറയുന്ന സീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ഓടിക്കുന്നൊരു സീനുണ്ട്. ഇങ്ങനെ ഫ്രെയിം വെച്ചിട്ട് ആദ്യം ഇങ്ങോട്ടോടും, അവിടെ ഇട്ട് അടിക്കും. അത് ഔട്ട് ബ്ലോക്കിൽ അയ്യോ അമ്മേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു ഓടുന്നുണ്ട്. അതേപോലെ സീനിയേട്ടനെ അടിക്കാൻ ഓടിക്കുന്നുണ്ട് പറയില്ല. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സീനാണ്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനുമാണ് ഇരട്ടക്കുട്ടികളുടെ അച്ഛനിൽ. നമ്മുടെ പോലീസ് ഉണ്ടെന്ന് ഊണ് കഴിക്കാൻ എല്ലാം റെഡിയല്ലേ? നീ എന്തിനാ ഇവിടെ വന്നു? അല്ല, നീ എപ്പോ ഇവിടെ വന്നു? മാറ്റി പറയണ്ട. നീ എന്തിനിവിടെ വന്നു എന്നുള്ള ചോദ്യം തന്നെ നല്ലത്. ഞാൻ വന്നതേ കള്ളനെ പിടിക്കാൻ. കൊതുകോല ഇടാൻ കട്ടിലിന് പട്ടിക അടിക്കണം പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാൻ നോക്കുമ്പോ ആ കട്ടിലിന്റെ ഇവിടുത്തെ മുറി കിടക്കണോ? അതിന് ആ കട്ടിലല്ലല്ലോ ഈ കട്ടില്. ഇത് ഞാൻ 12,000 കൊടുത്തു. എന്റെ വീട്ടിലെ കട്ടിലുണ്ട എനിക്കറിയില്ലേ? മിനിമോള് ബ്ലേഡ് കൊണ്ട് വരച്ച പാട് അതേപോലുണ്ട്. ഈ രാജ്യത്ത് നിന്റെ മിനിമോളുടെ കയ്യിൽ മാത്രമേ ബ്ലേഡ് ഉള്ളൂ. രാജീവ, നമുക്ക് ഊണ് കഴിക്കാം. എനിക്ക് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ നമ്മുടെ ഗോവിന്ദമാന്റെ മോളെ ഞാൻ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടു. അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. ഗോവിന്ദമാമന്റെ മോൾ തങ്കമണിയാണോ കണ്ടത്? കണ്ടത് നിന്റെ തന്തയെ. ഒരു നെല്ലിമണി തൂക്കത്തിനെങ്കിലും തലച്ചോറ് നിന്റെ മരത്തലക്കകത്ത് കാണുമെന്ന് ഞാൻ കരുതി. അവളുടെ ഒരു കട്ടില് വായിച്ച തിരക്കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തിരക്കഥയും മുഴുവനായിട്ട് വായിച്ചിട്ടില്ല കേട്ടോ.
എൻ്റെ പോർഷൻസൊക്കെ പറഞ്ഞു തരും എന്നുള്ളതല്ലാതെ തിരക്കഥ ആരും വായിച്ചില്ല. പിന്നെ നമുക്ക് സീനിന് മുമ്പ് കൊണ്ട് തരുമല്ലോ, തിരക്കഥ കൊണ്ട് തരും നമുക്ക് വായിക്കാൻ, ഇന്ന സീനാണ് വായിച്ചോളൂ, ഇതാണ് ക്യാരക്ടർ എന്നിട്ട് അങ്ങനെ വായിച്ചിട്ടുള്ളൂ. അത് തിരക്കഥ ഫുള്ളായിട്ടിരുന്ന് വായിച്ചൊരു ഓർമ്മ എനിക്കില്ല. പിന്നെയും ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മഴയത്ത് മുമ്പെയാണ്. കാരണം ആ മഴയത്ത് മുമ്പേ എന്ന് പറഞ്ഞ സിനിമയിൽ ഫുള്ള് ഈ കുട്ടികളുടെ കളിയാണ്, കുറേയൊക്കെ 4 ഫ്രണ്ട്സിൻ്റെ കളിയാണ്. കമൽ സാറാണെങ്കിലും ഭയങ്കര ജോളി മാനാണ്, നല്ല മനുഷ്യനാണ്. ഒത്തിരി എന്താ പറയുക, നമ്മളുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് സാർ ഇറങ്ങി വരും. നമ്മളുടെ സീൻ ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം, അത് ഏത് രീതിയിൽ നന്നാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് സാർ നമ്മുടെ പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പറഞ്ഞു തരും. കമൽ സാറുമായിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതൽ വർക്ക് ചെയ്തിട്ട്. കാരണം ഞങ്ങളുടെ 1.5 മാസം ഞങ്ങൾ ഈ 4 പേര് ഒരു ഹോട്ടൽ റൂമിൽ ഒരു ശരിക്കും കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത പോലെ തന്നെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞാണ്. എന്നിട്ട് അതിനകത്ത് വയ്യാതെ കിടന്നപ്പോൾ സാർ ഞങ്ങളെ കാണാൻ വരികയും ശരിക്കും ഒരു ഡയറക്ടറെന്ന് തോന്നിയിട്ടില്ല. ഞങ്ങൾ മൂത്തൊരു കാരണവരൊക്കെ നമ്മൾ തറവാട്ടിലിരുന്ന് പറയുന്നൊരു എഫക്റ്റായിരുന്നു കമൽ സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പടക്കം പൊട്ടി. അതാണ് ആരും കൈ കിടുമ്പോ പൊട്ടോന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. എങ്ങനെ ആചാരവിടി? ഞങ്ങളുടെ പുതിയ കെമിസ്ട്രി സാറിനൊരു വാം വെൽക്കം. നോക്കിക്കോ നോക്കിക്കോ, കുട്ടിയുടെ തോന്നിയാസം മുഴുവനും ഞാൻ അപ്പച്ചനെ എഴുതി അറിയിക്കുന്നുണ്ട്. ഗോളാന്തര വാർത്തയാണ് ആദ്യം കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമല്ല. എല്ലാവരും ഇങ്ങനെ അത് തന്നെയാണോ ഇത് അങ്ങനെയൊക്കെയുള്ള സംശയത്തിൽ നോക്കിയെന്നുള്ളതല്ലാതെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ മഴയത്ത് മുമ്പേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും കൺഗ്രാജുലേറ്റ് ചെയ്യും. ഭയങ്കര ഒരു കുളിരായിരുന്നു, കുളിര് കോരിയിടുക എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ഒരു ഞാൻ എന്തൊക്കെയാണെന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നത് അപ്പോഴാണ്. ആള് ഹാൻസം ഒക്കെ തന്നെയാ. I don't mind loving him. Oh, that's something great of you. Even I don't mind to love him. And me too. എങ്കിൽ election വേണ്ടി വരും. അത് മഴയത്ത് മുമ്പിൽ തന്നെയാണ്. മഴയത്ത് മുമ്പിൽ അത് ഒരു റാപ്പ് സോങ് ആയിരുന്നു. ഇങ്ങനെ മിനറക്ക റേ റേ ലോലിപ്പപ്പ ചിക്ക് പപ്പ ഹേ 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 എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അതിനകത്ത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത്. അയ്യോ അത് ശരിക്കും പറഞ്ഞാൽ 4-5 ദിവസം ആ ഹോട്ടലിൻ്റെ മേളിൽ ഞങ്ങൾ ഈ 4 പേരും കൂടി വൃന്ദ മാസ്റ്ററായിരുന്നു തോന്നുന്നു. വൃന്ദ മാസ്റ്റർ വന്നിട്ട് പഠിപ്പിച്ച് കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കോമളച്ചു. ഇങ്ങനെ എല്ലാവരുടെയും ചിത്രയ്ക്കൊന്നും നടക്കാൻ വയ്യ. അവൾ ഇങ്ങനെ പതുക്കെ ഞങ്ങൾക്ക് സോങ് കഴിഞ്ഞിട്ട് പിന്നെ സീൻസൊക്കെ കുറവായിരുന്നു. പക്ഷേ അവൾക്ക് സോങ്ങും അല്ല സീനും ഉള്ളതുകൊണ്ട് രാത്രിയിലൊക്കെ സീൻ എടുക്കാൻ പോകുന്ന കാണും, സഹിക്കില്ല അങ്ങനെ പോയത്. പക്ഷെ കമൽ സാറ് എന്താ പറയുക, ഹി വാസ് ഭയങ്കര സപ്പോർട്ടിങ് ഇതായിരുന്നു. നമ്മളുടെ സീൻസൊക്കെ മാക്സിമം വയ്യാതെ കിടന്നപ്പോൾ മാറ്റി വയ്ക്കുകയും അസുഖം ഭേദത്തിന് ശേഷം എടുക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മരുന്ന് അങ്ങനെ ഭയങ്കര കെയറിങ് ആയിരുന്നു കമൽ സാറ്. ആ സോങ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ. മുഖത്ത് കുറേ എന്തൊക്കെയോ വാരി തേക്കുന്നുണ്ട്. പഠിക്കാം പഠിക്കാതിരിക്കാം കളിക്കാം കറങ്ങാം ക്ലാസ്സിലിരുന്നുറങ്ങാം പരീക്ഷയ്ക്ക് ജയിക്കാം പറ്റില്ലെങ്കിൽ തോക്കാം ഞങ്ങളുടെ ചോറ് നിങ്ങളുടെ പാട് നിങ്ങളുടെ പാട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ ഞാൻ പലയിടത്തും പറഞ്ഞതാണ് ഈ സംഭവം. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം വെച്ചാൽ ഞാനൊരു മരണ വീട്ടിൽ പോയിട്ട് ഞാൻ വലിയ ഭവ്യത എന്ന് വെച്ചാൽ ഈ മൊബൈലൊക്കെ സൈലൻ്റിലാക്കി ഭയങ്കര ഇതായിട്ട് കയറുകയാണ്, ദുഃഖത്തോടെയൊക്കെ കയറുകയാണ്. അപ്പോൾ ഈ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്നിട്ട് അമ്മ അല്ലെങ്കിൽ സിസ്റ്റർ അങ്ങനെ തോന്നിക്കുന്ന കുറേ ആൾക്കാരിരുന്ന് കരയുന്നുണ്ട്. അല്ല അമ്മയാണോ അമ്മായിയാണോ എനിക്ക് ഇയാളെ അറിയുള്ളൂ, ബന്ധുക്കാരെ എനിക്ക് അത്ര പരിചയം പോരാ. പുള്ളിക്കാരി ഇങ്ങനെ ഇരുന്ന് കരയുക. പുള്ളി വലിയ അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് കയറുന്നത്. പുള്ളി ഹായ് മഞ്ജുപിള്ള
എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. അമ്മയും ഞങ്ങളൊക്കെ ഒരുമാതിരി ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയായിപ്പോയി. ഇവർ പറഞ്ഞ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി കിടക്കുന്നത് ആരോ ആണല്ലോ, ആരോ ആണ്. അങ്ങനെ പെട്ടെന്ന് മക്കളെ കിടപ്പ് കണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ അവർ വീണ്ടും കരയാൻ തുടങ്ങി. ശരിക്കും എനിക്കത് ലൈഫിൽ മറക്കാൻ പറ്റില്ല. കാരണം സിനിമയെ പോലും നമുക്ക് അത്രയും നേരിട്ട് കാണാം, ലൈവായിട്ട് നമ്മൾ കിട്ടില്ല ഇങ്ങനെ ഒരു ഹ്യൂമർ. ഇത് കോമഡിയല്ല അല്ലേ? നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ ഇങ്ങനത്തെ കോമഡി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷേ എനിക്കത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നെക്കൊണ്ട് ഒരു കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളെ ചിരിപ്പിക്കാൻ പറ്റി ലൈവായിട്ട്. എനിക്ക് മറക്കാൻ പറ്റില്ല.